വർഷം 1325 CE. തൻ്റെ പിറന്ന മണ്ണിൽ നിന്നും 300 മൈലുകൾ അകലെയാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. തൻ്റെ നാട്ടുകാരാവട്ടെ ഹജ്ജിനെ കുറിച്ച് ഓർക്കാത്ത കാലത്താണ് ഇബ്നു ബത്തൂത്ത എന്ന 21 വയസ്സുകാരൻ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് തൻ്റെ ഉമ്മ ഇഹ്റാമിൻ്റെ തുണികൾ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, ഈ തുണികളെ പോലെ നിൻ്റെ ഖൽബിനെ ശുദ്ധിയാക്കിയിട്ട് വേണം നീ തിരിച്ച് വരാൻ. അങ്ങനെ അദ്ദേഹം യാത്ര പുറപ്പെട്ടു. വഴിയിൽ വെച്ചൊരു കൊള്ളസംഘം അദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്. അങ്ങനെ യാത്രക്കാരനാണെന്നറിഞ്ഞ കൊള്ളസംഘം അദ്ദേഹത്തെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന ലോകസഞ്ചാരിയുടെ കഥയാണ്. പിന്നീട് 29 കൊല്ലം 44 രാഷ്ട്രങ്ങൾ സഞ്ചരിച്ച ഇദ്ദേഹത്തിൻ്റെ ആദ്യ യാത്ര എന്നുള്ളത് ഹജ്ജായിരുന്നു. അതെ, ഹജ്ജ് എന്നുള്ളത് ഒരു ഉത്തരമാണ്. മരുക്കാറ്റിൻ്റെയും മരുപ്പറമ്പിൻ്റെയും അകലിൽ നിന്ന് ഉയർന്നു വരുന്ന നാഥൻ്റെ വിളിക്കുള്ളൊരു ഉത്തരമാണ് ഹജ്ജ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.